എനിക്ക് മെർച്ചൻ്റ് നേവിയിൽ പോകണമെന്നാണ് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിനായിട്ടൊരു പരീക്ഷ എഴുതണം, സ്പോൺസർഷിപ്പ് പരീക്ഷ. ഞാനത് 2 ബാച്ചായിട്ടാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്, ഫെബ്രുവരി ബാച്ചും ഓഗസ്റ്റ് ബാച്ചും. ഞാൻ ഫെബ്രുവരി ബാച്ചിൽ 2 പരീക്ഷ എഴുതി. ഞാൻ ആ 2 പരീക്ഷയ്ക്കും ഞാൻ എൻ്റെ ഒരു കഴിവിൽ വിശ്വസിച്ച് ഞാൻ പോയിരുന്നു. പക്ഷേ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ +1 +2 10ലൊക്കെ നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു കഴിവിൽ പ്രതീക്ഷിച്ച് പോയി. ഞാൻ 2 എക്സാം പാസ്സായി, പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിൽ 2ലും ഫെയിലായി. ഞാൻ എൻ്റെ ഒരു കഴിവ് പ്രതീക്ഷിച്ചും ഞാൻ പ്രാർത്ഥനയിൽ തീരെ ശ്രദ്ധിക്കാതെയാണ് പോയത്. പക്ഷേ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തീരെ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറയുക. അപ്പോൾ അമ്മ പറഞ്ഞു, വീടിനടുത്തുള്ളൊരു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചിട്ട് പോകാൻ. അപ്പോൾ അമ്മയും വിചാരിച്ചു എൻ്റെ പഠനത്തിൽ, അമ്മയും വിചാരിച്ചു എനിക്കും ഇൻ്റർവ്യൂ ചെന്നാൽ ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ 2ലും ഞാൻ ഫെയിലായി. അതിനുശേഷം എൻ്റെ അമ്മ കൃപാസനത്തിൽ ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാനും മാതാവിനോട്